ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോന്റെ ടൈറ്റിൽ വൈ ഇന്ത്യൻ ഫിലോസഫി ഈസ് കോട്ട് ആൻഡ് കോട്ട് സുപ്പീരിയർ ടു വെസ്റ്റേൺ ഫിലോസഫി. അപ്പോൾ ഇത് ഞാൻ ലിങ്ക്ഡിൻ പൾസിൽ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക്. അത് എന്തിന്റെ പശ്ചാത്തലത്തിനകത്ത് ഞാൻ എഴുതിയെന്ന് ഓർമ്മില്ല. ദാറ്റ് ഐഡിയ ഹാസ് ബീൻ ദെയർ വിത്ത് മീ ഫോർ എ ലോങ് ടൈം because of my constant discussion on philosophical topics with others. അപ്പോൾ ഈ ആർട്ടിക്കിള് എൻ്റെ ലിങ്ക്ഡിൻ പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൾസ് ആർട്ടിക്കിളിൽ എന്താ പറയാ ഇത് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോ ആ ആർട്ടിക്കിൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഇതെടുക്കണം. കാരണം ഓക്കെ, ഐ വിൽ ട്രൈ ടു റീകളക്ട് ഇറ്റ് ഫ്രം മൈ മെമ്മറി. ഓക്കെ, അപ്പോൾ സെലിബ്രേറ്റഡ് ഫ്രഞ്ച് ഫിലോസഫർ റെനെ ഡെക്കാർട്ട് പറഞ്ഞു, മറ്റേ കോഗിറ്റോ എർഗോ സം, അതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. ഐ തിങ്ക് ദെയർഫോർ ഐ ആം, അല്ലെങ്കിൽ ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ് എന്ന് ആണ് പുള്ളിയോട് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡെക്കാർട്ടയുടെ ഈ റിയാലിറ്റിയെ കുറിച്ചിട്ടുള്ള കൺസെപ്ഷൻ ഒരു കാർട്ടീഷ്യൻ ഡ്യുവലിസം എന്നുള്ളൊരു ഫിലോസഫിയാണ്. അതായത് മൈൻഡ് ബോഡി പ്രോബ്ലം എന്നാണ് വെസ്റ്റേൺ പാർലൻസിൽ അതിനെ വിളിക്കുന്നത്. നമുക്ക് ബോഡി ഉണ്ട്, അതിന്റെ മുകളിൽ ഒരു എക്സ്ട്രാ എലമെന്റ് ഉണ്ട്, അതാണ് ഒരു ക്വാളിയ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഹാൻഡിൽ ചെയ്യുന്ന നോൺ ഫിസിക്കൽ അല്ലാത്ത ഒരു മൈൻഡ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് റിയാലിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സിൻസ് ഐ തിങ്ക് മൈ എക്സിസ്റ്റൻസ് കനോട്ട് ബി ഡൗട്ടഡ്. അതാണ് ഫസ്റ്റ് സെന്റൻസ് എന്ന് തോന്നുന്നു. അപ്പോ രണ്ടാമത്തെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷെ ഉപനിഷത്ത് ഋഷികൾ, അതായത് ഉപനിഷത്തുകളുടെ ഫിലോസഫി അല്ലെങ്കിൽ ആത്മൻ ബ്രഹ്മൻ ഫിലോസഫി പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഐ എക്സിസ്റ്റ് ദെയർഫോർ ഐ തിങ്ക് എന്നാണ്. അപ്പോ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ്, എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് എന്താ പറയാ ഞാൻ ചിന്തിക്കുന്നത് എന്നാണ്. ഡെക്കാർട്ട് പറഞ്ഞ ചിന്തിക്കുന്നതുകൊണ്ട് എന്റെ എക്സിസ്റ്റൻസ് ഡൗട്ട് ചെയ്യാൻ. അപ്പൊ ഇത് രണ്ടും ഒരു രണ്ട് പോളാരിറ്റി ഉള്ള വ്യൂ ആണ്, അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പോ എങ്ങനെയാണോ മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി ചിന്തിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു വ്യൂ. അപ്പോ ഈ ഐ എന്നുള്ള പദത്തിന് വെസ്റ്റേൺ പാർലൻസിലെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഐ പ്രൊസീഡ് ഐ ഒരു പ്രത്യേക ശരീരാകൃതിയുള്ള ഒരു എന്താ പറയാ ആ ടോട്ടൽ പെർസോണേനെയാണ് അവർ കാണുന്നത്. മൈൻഡ്, ഇന്റലക്ട്, ബോഡി ലെവലിലുള്ള ഐനെയാണ് അവർ പ്രതിപാദിക്കുന്നത്. എന്ന സ്ഥാനത്ത് ഉപനിഷത്ത് പറയുന്നത് ഞാൻ എന്നുള്ളത് ആത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ ബോധം. അപ്പൊ ഒരു ചെറിയ വ്യത്യാസം വരുന്നത് വെച്ചാല് ബോധം ഒരു കോൺഷ്യസ്നെസ് അഥവാ ബോധം ഫണ്ടമെന്റൽ ആണോ അതോ എമർജിങ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ വെസ്റ്റേൺ മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഡ്യുവലിസം മുതൽ അങ്ങോട്ട് അവിടുത്തെ മുഖ്യധാര വ്യൂ ബോധം എമർജി ചെയ്യുകയാണെന്നാണ്. ഇന്ന സ്ഥാനത്ത് വേദാന്തം കോൺഷ്യസ്നെസ് ഫണ്ടമെന്റൽ ആണ്. നമ്മൾ കോൺഷ്യസ്നെസ് വേണമെങ്കിൽ സ്ഥൂലതലത്തിൽ മാറ്ററായിട്ടും സൂക്ഷ്മതലത്തിൽ ആത്മാവായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഒറ്റ ആത്മാവേ ഉള്ളൂ, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇതാണ് ഈ വ്യൂ പോയിന്റ്. കോൺഷ്യസ്നെസ് സ്റ്റഡീസിൽ വൺ ഓഫ് ദി പവർഫുൾ വ്യൂ പോയിന്റ് ആണ്. ഇതിന്റെ പേര് പാൻസൈക്കിസം എന്നാണ്. ഈ പാൻസൈക്കിസത്തിൽ കുറെ ഫിലോസഫേഴ്സ് ഉണ്ട്. റോജർ പെൻറോസ് എക്സാക്ട്ലി പാൻസൈക്കിസ്റ്റ് അല്ല, പക്ഷെ കോൺഷ്യസ്നെസ് ഫണ്ടമെന്റലാന്ന് വിശ്വസിക്കുന്നവരുടെ ഇടയിൽ റോജർ പെൻറോസ് വരും, ബെർണാഡോ കാസ്ട്രപ്പ് വരും, പിന്നെ ഡൊണാൾഡ് ഹോഫ്മാൻ വരും. അങ്ങനെ കുറെ ഫിലോസഫേഴ്സ് ഈ ക്യാമ്പിലുള്ളവരാണ്. ഈവൻ എന്താ പറയാ ഡേവിഡ് ചാൽമേഴ്സ് എന്ന് പറഞ്ഞ പുള്ളി ആണ് ഈ ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്ത് പുള്ളി തന്നെ ഒരു പാൻസൈക്കിസ്റ്റ് ആണ്. ഓക്കെ, ഇവരുടെ റിയാലിറ്റി പ്ലസ് ഒക്കെ വായിച്ചു നോക്കി അറിയാം. അപ്പോ ഡെക്കാർട്ട് പറഞ്ഞു ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ്. ഉപനിഷത്ത് ഐ എക്സിസ്റ്റ് ദെയർഫോർ ദിസ് തിങ്. പക്ഷെ അപ്പൊ ഇത് രണ്ട് വ്യൂ പോയിന്റ് ആണ്. ഓക്കെ,
അപ്പൊ അവിടെ എവിടെയാ സുപ്പീരിയോറിറ്റിയുടെ പ്രശ്നം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മോഡേൺ ഫിലോസഫി അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി മറ്റേ അവശ്യ പ്രശ്നങ്ങളിലാണ്, അതായത് മനുഷ്യനെ കേന്ദ്രബിന്ദു ആക്കിക്കൊണ്ട് അവശ്യ പ്രശ്നങ്ങളിൽ ഡീൽ ചെയ്യുന്ന ഫിലോസഫിയാണ് വെസ്റ്റേൺ ഫിലോസഫി. എന്ന സ്ഥാനത്ത് ഭാരതീയ ദർശനങ്ങൾ മനുഷ്യൻ ജസ്റ്റ് അനദർ സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി ആന്ത്രോപോമോർഫിക് അല്ലെങ്കിൽ ആന്ത്രോപോസെൻട്രിക് ആണ്, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായ ഫിലോസഫിയാണ് വെസ്റ്റേൺ ഫിലോസഫി. എന്ന സ്ഥാനത്ത് മറ്റേ ഇന്ത്യൻ ഫിലോസഫി മറ്റേ മനുഷ്യൻ ജസ്റ്റ് അനദർ സ്പീഷീസ് ആണ്, അതിന് ഒരു പ്രത്യേക സ്ഥാനമൊന്നുമില്ല, ചിലപ്പോൾ ഈവൻ വി കൻ ബിക്കം എക്സ്റ്റിങ്ക്ട്, അങ്ങനെ പറയുന്നില്ലെങ്കിൽ അതാണ് അതിന്റെ ആ തലം. അപ്പോ ഈ രണ്ട് രീതി ചിന്തിക്കുന്നത് മാത്രമല്ല, ഏത് തലത്തിൽ ചിന്തിക്കുന്നു, അതായത് എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ അസ്തിത്വ പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യൻ ഫിലോസഫി, അവശ്യ പ്രശ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന വെസ്റ്റേൺ ഫിലോസഫിയാണ്. അപ്പൊ ഈ ഫിലോസഫിയുടെ ഒരു ഇത് വെച്ചാൽ 3 ബ്രാഞ്ചേ ഉള്ളൂ: ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി. അപ്പോ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി ആണ് ഫിലോസഫിയുടെ 3 ബ്രാഞ്ചിൽ ഇരിക്കുക. ഈ മറ്റേ 3 ചോദ്യങ്ങളേ ഉള്ളൂ ഫിലോസഫിയിൽ. അതിപ്പോ ഈസ്റ്റിലാണെങ്കിലും വെസ്റ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും വെസ്റ്റിലാണെങ്കിലും. ഹു ആം ഐ, വാട്ട് ക്യാൻ ഐ നോ, വാട്ട് ഷുഡ് ഐ ഡു. അപ്പൊ ഹു ആം ഐ എന്ന് പറഞ്ഞാൽ അസ്തിത്വ പ്രശ്നമാണ്. അപ്പോൾ അത് ഡീൽ ചെയ്യുന്നത് ഓണ്ടോളജി എന്നുള്ളൊരു സബ്ജക്റ്റാണ്. ഈ ഇത് നമ്മുടെ വാട്ട് ക്യാൻ ഐ നോ എന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജിയാണ്, അതായത് മറ്റേ എന്താ പറയാ, ഈ ജ്ഞാന സിദ്ധാന്തം അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് നോളജ് ആണ്. പിന്നെ വാട്ട് ഷുഡ് ഐ ഡു എന്നുള്ളത് വാല്യൂ ബേസ്ഡ് എൻക്വയറിയാണ്, അതായത് എത്തിക്സ്, നീതിശാസ്ത്രം, എസ്തെറ്റിക്സ്, സൗന്ദര്യശാസ്ത്രം, ആർട്ടൊക്കെ അതിലാണ് വരുന്നത്. പിന്നെ ലോ, നിയമം, അങ്ങനെ നിയാമകമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഇതുവരെ 2 സ്ഥലത്തും ഈ ഒരേ സ്ഥലത്ത് നിന്നാണ്, അല്ല 2 ചോദ്യവും സെയിം തന്നെയാണ്. പിന്നെ എവിടെയാണ് ഇത് വരുന്നത്, അതായത് മനുഷ്യൻ ഒരു കേന്ദ്ര സ്പീഷീസ് ആയിട്ട് നമ്മൾ ലോകത്തെ കാണുന്നത്, മനുഷ്യൻ ജസ്റ്റ് അനദർ സ്പീഷീസ് ആയിട്ട് കാണുമ്പോൾ അതിൽ മനുഷ്യന്റെ ദൃഷ്ടികോണം വരുമല്ലോ. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം അഥവാ അസ്തിത്വ പ്രശ്നങ്ങള് അവശ്യ പ്രശ്നങ്ങളുടെ സൂപ്പർ സെറ്റാണ്. അപ്പോ ഇന്ത്യൻ ഫിലോസഫി 10,000 കൊല്ലത്തെ ഇത് മറ്റേ ഫിലോസഫിക്കൽ പാരമ്പര്യമുണ്ട്. മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിക്ക് ഒരു 400 കൊല്ലത്തെ പാരമ്പര്യമുള്ളൂ. അപ്പോൾ ഈ അസ്തിത്വ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം എസെൻഷ്യൽ പ്രോബ്ലത്തിന്റെ സൂപ്പർ സെറ്റ് ആയതുകൊണ്ടാണ് I say why Indian philosophy is superior to Western philosophy. അപ്പോൾ I hope this was useful. നന്ദി, നമസ്കാരം. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ